ഇനിയിപ്പോൾ അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത് ഫോം ടാബ്ലറ്റ് ആണ്. ഫോം ടാബ്ലറ്റ് വജൈനൽ ടാബ്ലറ്റ് ആണ്. ഒരു സ്പെർമസൈഡ് ഏജന്റ് ഉണ്ട്, നോനോക്സിനോൾ 9 എന്ന് പറഞ്ഞൊരു സ്പെർമസൈഡ് ഏജന്റ് ആണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഈ ടുഡേ സ്പോഞ്ചിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, 3 വജൈനൽ കൺട്രാസെപ്റ്റീവ് സ്പോഞ്ചസ് കണ്ടെയ്നിങ് നോണോക്സിനോൾ 9. അതൊരു സ്പെർമസൈഡ് ഏജന്റ് ആണ്, നോനോക്സിനോൾ 9. ചിലപ്പോൾ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുന്നത് എന്താണ്. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, സ്പെർമസൈഡ് ഏജന്റിന്റെ പേരെന്തോന്ന് പറഞ്ഞിട്ട് വൺ വേർഡ് ചോദിക്കും. അന്നേരം നമ്മൾ നോണോക്സിനോൾ 9 പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. വാട്ടറോ മോയ്സ്ചറിന്റെ കോണ്ടാക്ട് ആകുമ്പോഴേ ഈ ഫോം ടാബ്ലറ്റ്സ് ഫോം ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ആക്ഷൻ ഉണ്ട്, ഫോം ടാബ്ലറ്റ്സിന് ഫിസിക്കൽ ആക്ഷനും ഉണ്ട്, കെമിക്കൽ ആക്ഷനും ഉണ്ട്. കെമിക്കൽ ആക്ഷൻസ് അതിന്റെ സ്പെർമസൈഡ് ഏജന്റ് ചെയ്യുന്നതാണ്, സ്പെർമിനെ മുട്ടയിലാക്കുന്നത് റിമൂവ് ചെയ്യുന്നത്. അതിന്റെ സ്പെർമിന്റെ ക്യാപ്പബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഫിസിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് വജനെ കുറച്ചും കൂടെ മോയിസ്ചറൈസ് ചെയ്യുന്നു, അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ ഫോം ടാബ്ലറ്റും കോണ്ടോം കൂടെ ഉപയോഗിച്ചാലേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. അതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ കോണ്ടത്തിന്റെ അപ്പം കോണ്ടം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, കോണ്ടവും സ്പെർമസൈഡും കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ എഫക്റ്റീവ് ആകത്തുള്ളൂ. കൺട്രാസെപ്ഷൻ ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കോണ്ടം വിയർ ആൻഡ് ടിയർ ഡിസഡ്വാൻറ്റേജ് ഉള്ള ഒരു സംഭവമാണ്, കീറിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അന്നേരം അത് പ്രിവെന്റ് ചെയ്യാൻ ഫോം ടാബ്ലറ്റ്സിന്റെ ആവശ്യം വേണ്ടി വരും. ഫോം ടാബ്ലറ്റ്സ് സ്പെർമസൈഡ് ഏജന്റ് ഉള്ളതുകൊണ്ട് സ്പെർം ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. ഈ തിക്ക് ഫോം ഉള്ളതുകൊണ്ട്, തിക്ക് ഫോം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്പെർം ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസസ് കൂടുതൽ. അത് വാട്ടർ മോയ്സ്ചറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന മാത്രമേ ഫോം ജനറേറ്റ് ആകത്തുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് ടുഡേ. ഈ ടുഡേ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പം, നേരത്തെ നമുക്ക് ഈ ഫോം ടാബ്ലറ്റ്സ് ആയിരുന്നു, അത് സ്പെർമസൈഡ് ഫോം ആയിരുന്നു ഉള്ളത് ടുഡേ കമ്പനി നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് അവർ നിർമ്മിക്കുന്നത് കൺട്രാസെപ്റ്റീവ് സ്പോഞ്ച് ആണ്. അതിന്റെ ഈ സെയിം കണ്ടന്റ് ആണ്, സ്പോഞ്ച് ആയിട്ടാണ്. സ്പോഞ്ച് പക്ഷേ സ്പോഞ്ച് നമുക്ക് പഠിക്കാനില്ല. സ്പോഞ്ചിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഈ അലർജി ഉള്ളവർക്കൊന്നും സ്പോഞ്ച് ഉപയോഗിക്കാൻ പറ്റൂല, അവർക്ക് ഈ ഫോം ആണ് നല്ലത്. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടുഡേ. ടുഡേ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്പോഞ്ചാണ് ഇത്. ടുഡേ ആണ് എക്സാമ്പിൾ, നമ്മുടെ ബാക്കി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടുഡേയുടെ ഫോട്ടോ എടുത്ത് വെച്ചത്, കൺട്രാസെപ്റ്റീവ് സ്പോഞ്ചിന്റെ. ഫോം ടാബ്ലറ്റ്സിന് അതും ഒരു ഐഡിയ കൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അതും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫോം ടാബ്ലറ്റ് ഈസി ടു യൂസ്, പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സെക്സ് ഓൺലി വൺസിനെ വൈര്, ഒന്നിനാടൊക്കെ ഉള്ളവർക്ക് ഗുഡാണ്, വുമൻസിന് ഗുഡാണ്. ഗുഡ് ഫോർ വൺ ഹു ആർ സെക്സ് ഓൺലി വൺസിനെ വൈര്. പിന്നെ ഫോം ടാബ്ലറ്റ് യൂഷ്വലി സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ സ്പോഞ്ചിന് സൈഡ് എഫക്ട്സ് ഉണ്ട്, അലർജി ഉള്ളവർക്ക് അത് പറ്റൂല. പിന്നെ സെക്സുമായിട്ട് നോ ഇന്റർഫിയൻസ് ഇല്ല, കാരണം ഇത് കോണ്ടോമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇന്റർഫിയൻസ് കാണൂല. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഒക്കേഷണൽ സൈഡ് എഫക്ട് ഇൻക്ലൂഡിങ് ഇറിറ്റേഷൻ, ബേണിംഗ് ഇൻ ദ വജൈന ബേണിംഗ് ചെയ്യുന്ന ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഞാൻ അലർജി ഉള്ളവർക്ക് സ്പോഞ്ച് ഉപയോഗിക്കാൻ പറ്റൂല. ഈ ഇറിറ്റേഷനും ബേണിംഗ് ഒക്കെ ഉള്ളവർക്ക് കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച് ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ ഫോം ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അത് സൈഡ് എഫക്റ്റ് ആണ്. പിന്നെ കോണ്ടോ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എഫക്റ്റീവ് കൺട്രാസെപ്റ്റീവ് അല്ല, അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. കോണ്ടോ ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ ഫോം ടാബ്ലറ്റ് എഫക്റ്റീവ് കൺട്രാസെപ്റ്റീവ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻജെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. കോണ്ടോ ഇല്ലാതെ നമ്മൾ ഉപയോഗിച്ചാലും ഇൻജെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ഈ ഫോം ടാബ്ലറ്റിനെ കാട്ടിലും. പിന്നെ ഇംപ്രോപ്പർ സ്റ്റോറേജ് സൂക്ഷിച്ച് വെച്ചാൽ പന്നലാവാനുള്ള ചാൻസസ് കൂടുതലാണ്, വഷളാവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. കറക്റ്റ് സ്റ്റോറേജ്, പൊടി പിടിക്കാത്ത ഉള്ളിടത്ത്, പിന്നെ മോയിസ്ചർ കണ്ടന്റ് ഉള്ള ഇടത്തൊന്നും ഈ ഫോം ടാബ്ലറ്റ് കൊണ്ടുവയ്ക്കാൻ പാടില്ല. കൊണ്ടുവച്ചാൽ നശിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അതാണ് അതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജസ്. ഫോം ടാബ്ലറ്റിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫോം ടാബ്ലറ്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഈസി യൂസ്, പെട്ടെന്ന് ഉപയോഗിക്കാം. പക്ഷെ ഗുഡ് ഫോർ വൺ സെക്സ് ഓൾറെഡി വൺസിന്റെ വൈര്, ഒന്നിനാട് യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് പറ്റുന്നതാണ്. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഫോം ടാബ്ലറ്റിന്. പിന്നെ സെക്സുമായിട്ട് ഒരു ഇന്റർഫിയറൻസും ഇല്ല. പക്ഷെ ഒക്കേഷണൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ബേണിംഗ് ഉണ്ടാവും. പിന്നെ കോണ്ടോ ആയിട്ട് ഒന്നിച്ച് യൂസ് ചെയ്താൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആകത്തുള്ളൂ, അല്ലാതെ യൂസ് ചെയ്താൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കോണ്ടോ ആയിട്ട് ഒന്നിച്ച് തന്നെ യൂസ് ചെയ്യണം ഫോം ടാബ്ലറ്റ്. പക്ഷെ ഇൻജക്റ്റീവ് കൺട്രാസെപ്റ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ സ്റ്റോറേജ് പ്രോപ്പറായിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം, പൊടി പിടിക്കാത്ത മോയിസ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഡാർക്ക് പ്ലേസിൽ കൊണ്ടുപോയി വേണം ഇത് സ്റ്റോർ ചെയ്യാൻ. ഇല്ലെങ്കിൽ വഷളാവാനും പന്നലായി പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്.